നമസ്കാരം പ്രിയരെ. മെനങ്ങാന്നത്തെ കഥയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. പറയടി നാദറ, ഇനി എന്ന് വരും? എല്ലാം ഒന്ന് തണുക്കട്ടടി, ഞാൻ വരാം. പാവം തമിഴൻ. റജില ചിരിച്ചു. ഓടി എവിടുന്ന്? അയാളെ ഞാൻ വിടില്ല. ശ്രദ്ധിച്ചു മതി കേട്ടോ, ഇനിയെല്ലാം, റജില പറഞ്ഞു. നീയും നോക്കടി ആരേലും, നാദറ പറഞ്ഞു. ഓടി എവിടുന്ന്? നിനക്ക് നല്ല ഷെയ്പ്പല്ലേ ഓടി, ആര് കണ്ടാലും ഒന്ന് നോക്കുമല്ലോ. ആ പിന്നെ നിന്റെ അനിയനുണ്ടല്ലോ നവാസ്, അവൻ ആള് പുലിയാ കേട്ടോ. എന്താടി, അവൻ നിന്നെ വല്ലതും? നീ അവനോട് പറയാനൊന്നും പോകണ്ട. അവൻ നീ അറിയാതെ എന്നെ ഫോൺ ചെയ്തു, കുറെ കിന്നരിച്ചു. മിക്കവാറും നിന്നെ അവൻ. നാദറ ചിരിച്ചു. ഓടി, വന്നത്തരം പറയാതെ. ശരിയടി, ഫോൺ വെക്കട്ടെ. ശരി, പറഞ്ഞത് മറക്കണ്ട. എന്ത്? നിന്റെ അനിയനെ? നിനക്ക് വട്ട. ഫോൺ വെച്ചു പോകാൻ നോക്കു പെണ്ണെ. ഫോൺ വെച്ചിട്ട് റജില നാദറ പറഞ്ഞത് ഓർത്തു. എന്തൊക്കെയാ അവൾ പറഞ്ഞത്? കേട്ടിട്ട് തന്നെ എന്തൊക്കെയോ തോന്നുന്നു. എന്നാലും അവളുടെ ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. നാട് മൊത്തം അറിഞ്ഞിട്ടും ആ കൂസലില്ലായ്മ അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. തന്റെ സ്ഥാനത്ത് അവളായിരുന്നാൽ സ്വന്തം അനിയനെ കൊണ്ട് ജയിപ്പിച്ചേനെന്ന്. ഇനി നാദറ പറഞ്ഞ പോലെ അവന് തന്നോട് അങ്ങനത്തെ ചിന്ത വല്ലതും കാണുമോ? ഏയ്, വഴിയില്ല. എന്റെ അടുത്ത് നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ തക്കം നോക്കിയിരിക്കുന്ന അവനോ? വൈകുന്നേരം ഒരു കുളി പതിവുള്ള റജില കുളി കഴിഞ്ഞ് പതിവിന് വിപരീതമായി നൈറ്റ് ഡ്രസ്സായി ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ തുണി കൊണ്ടുള്ള നൈറ്റി എടുത്തിട്ടു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്നെ അടിമുടി അവളൊന്ന് നോക്കി. ടൈറ്റായി കിടക്കുന്ന ഡ്രസ്സിന് മുകളിലൂടെ അടിയിലെ ലൈൻ നല്ലപോലെ കാണാം. ഫോൺ എടുത്ത് അതേ പൊസിഷനിൽ നിന്ന് 2-3 ഫോട്ടോ എടുത്തു നാദിറയ്ക്ക് അയച്ചു കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, നാദിറയുടെ നമ്പറിൽ നിന്ന് വിളി വന്നു. കൊള്ളാം, എന്നെ തെറി വിളിച്ചിട്ട് പോയ ആളിപ്പോ എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം ഞാൻ ഇടുന്നതാ മോളെ. എന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് രാത്രിയിലേ ഇടത്തുള്ളൂ. പിന്നെന്താ ഇന്ന് പകലാക്കിയത്? ഓ ചുമ്മാ. എന്താടി ഒരു ഇളക്കം? എന്ത്? കളിക്കല്ലേ മോളെ നീ എന്നോട്? ഓ ഒന്നുമില്ല. ചെക്കനെ നിന്ന് കൂട്ടിൽ കയറ്റുമോ? പോടി അവിടുന്ന്. 2 വർഷമായില്ലേ ഒരാണിന്റെ ചൂടറിഞ്ഞിട്ട്. ശരി. അവൻ എന്റെ അനിയനാ അവൻ. അതുകൊണ്ട് എന്താ നിന്റെ അനിയനായതുകൊണ്ട്? ആരെങ്കിലും അറിഞ്ഞാ നീ പോടി അവിടുന്ന്. ആരറിയാനാണ്? എന്നാലും ആര് വരാനാടി അങ്ങോട്ട്? എന്നാലും എനിക്കൊരു പേടിയടി. നീ അഭിനയിക്കല്ലേ എൻ്റെ അടുത്ത്? അതല്ല, അവനങ്ങനെ തോന്നി കാണുമോ എന്നോട്? ഈ സുന്ദരിയെ കണ്ട ആർക്കാ തോന്നാത്തത്? നീ ചെറുതായി ഒന്ന് സിഗ്നൽ കൊടുത്ത് നോക്ക്. എങ്ങനെ? അതൊക്കെ നീ ഒരു പരുവത്തിലങ്ങ് നിന്നാ മതി. ഓടി അവിടുന്ന്. പേടിയാവുന്ന കേട്ടിട്ട് തന്നെ. നടന്നാൽ നിന്നെ വിട്ടവൻ ഒരു നിമിഷം മാറി നിൽക്കില്ല. ഒരു കാര്യം ചെയ്, ഇന്ന് തന്നെ ട്രൈ ചെയ്യ്. അവനിപ്പോ വരത്തില്ലേ കോളേജിൽ നിന്ന്? വരാറായി. എന്നാ ഒരുങ്ങിയൊക്കെ നിന്നോ, എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെ. ഇനി എന്തോന്ന് ഒരുങ്ങാനാ? മുറ്റത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവളുടെ ഉള്ളു പിടയ്ക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് അവന്റെ മുന്നിൽ ഇതുപോലെ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. ഡോർബെല്ലടിച്ചതും റജില ചലിക്കാനാവാതെ നിന്നു. പെട്ടെന്ന് തോന്നിയ ഐഡിയയിൽ ടീപ്പോയിൽ കിടന്ന ടർക്കി എടുത്ത് നീണ്ടു നിവർന്ന് കിടന്ന മുടിയിൽ ചുറ്റിക്കൊണ്ട് അവൾ വാതിലിന്റെ അടുക്കലേക്ക് നടന്നു. വാതിലിന്റെ കൊളുത്തെടുക്കുമ്പോൾ കൈവിരലുകൾ വിറയ്ക്കുന്നത് റജില കണ്ടു. എവിടെയായിരുന്നിത്ത? ഇത്ര നേരമായി വിളിക്കുന്നു. ഞാൻ കുളിക്കാൻ കയറിയിടാ. അവന്റെ മുഖത്തോട്ട് നോക്കാതെ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇന്നെന്താ പുതിയ വേഷം? ഇത്തയെ അടിമുടി നോക്കി അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുളിക്കാൻ കയറിയതായിരുന്നു. ബെല്ലടിക്കുന്നത് കേട്ടപ്പോ കിട്ടിയതെടുത്തിട്ടോണ്ട് ഓടിപ്പോയിരുന്നു. ഇതാ ഇത്താ നല്ലത്. ഇത്തയെ കണ്ടാൽ ഇപ്പോഴൊരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ട്. ആണോ? അത് ശരി. പക്ഷെ മറ്റേതാണെങ്കിൽ ഇത്ത വലിയ മാക്സി ഇത്തയ്ക്ക് ചേരില്ല. ഇതൊക്കെ ഇട്ട് വീട്ടിൽ നടക്കാൻ പറ്റില്ലടാ. അകത്തല്ലേ ഇത്ത, അല്ലാതെ ടൗണിലൊന്നും പോണില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്, നീ നാളെ വരുമ്പോ 2-3 വാങ്ങിക്കൊണ്ട് പോരെ. എന്റെ ലാഗ് 2 ഉള്ളൂ ഈ സൈസ്. ഓക്കെ, പൈസ വേണം? എടുത്തോ, ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ കൊണ്ടുവന്ന ഇത്താക്ക് ഇഷ്ടമാവുമോ? നീ എടുത്തോണ്ട് പാടാ, എന്നിട്ട് പറയാം.
ശരി ശരി ശരി, ഞാൻ ചായ എടുക്കാം. ആ, എന്താ ഈ ചങ്കിനെ വിളിച്ചിട്ട്? ഓ, വിളിച്ചു. എന്താ സംഭവം എന്താ? അതൊന്നും നീ അറിയണ്ട. അത് ശരി, എത്ര വേഗമായി ഇത്താടെ നിറം മാറുന്നത്. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് നിർത്തുന്നതിനും വേണം ഒരു മര്യാദ. 3 വർഷമായില്ലേ അവൾ ഒറ്റയ്ക്ക്. അവൾക്കും ചെറിയ രീതിയിലൊക്കെ ഒരു തെറ്റുപറ്റി കാണും. പിന്നെ നാട്ടുകാർക്ക് അസൂയയും കുശുമ്പും, അത്രേ ഉള്ളൂ. ശ്വാസം വിടാതെ ഒറ്റ വാക്കിൽ എല്ലാം പറഞ്ഞവൾ അനിയനെ നോക്കി. ഒന്നും മനസ്സിലാകാതെ വായും തുറന്നു നിന്ന് അവനെ കണ്ടപ്പോ അവൾക്ക് ചിരിയാണ് വന്നത്. എന്നോടെന്തിനാ ദേഷ്യം പിടിക്കുന്നത്? പറഞ്ഞതല്ലേ, മയത്തിൽ പറഞ്ഞൂടെ ആളെ പേടിപ്പിക്കാൻ? ഞാൻ വല്ലതും ചെയ്തതുപോലെയാ. അവളുടെ പോലെ തന്നെയല്ലേ ഇത്തയും. അളിയൻ പോയിട്ടും കുറെ നാളായില്ലേ. എന്നിട്ട് ഇത്ത എങ്ങനൊന്നും പോകുന്നില്ലല്ലോ. അതാ പറഞ്ഞത്, ഒരു മര്യാദയൊക്കെ വേണമെന്ന്. ആണുങ്ങൾക്കെല്ലാം ഒരു തമാശയാ. നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദേ വീണ്ടും എന്നെയോ? ഞാനെന്ത് തെറ്റ് ചെയ്തു? നീയും കെട്ടുമല്ലോ, അപ്പോ പറഞ്ഞതാ. കെട്ടിയാൽ ഞാൻ എവിടെയും പോയില്ല, പോരെ? എന്നാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വല്ല ബംഗാളിയോ തമിഴന്മാരോ വല്ലതും കയറും. ഇത്ത ആദ്യമായാണ് തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നവൻ ഓർത്തു. അളിയൻ വരാത്തതിന് എന്നോട് ചാടിയിട്ട് എന്ത് കാര്യമാ? ചൂടായല്ല, കാര്യം പറഞ്ഞു, അത്ര തന്നെ. കെട്ടിയവനോടുള്ള ദേഷ്യം തീർക്കണോ? ഞാൻ നിന്ന് തരാം. ഏ? ഇത്താടെ മുന്നിൽ നിൽക്കുന്നത് കെട്ടിയവനാണെന്ന് കരുതി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. ആ ദേഷ്യം അങ്ങോട്ട് തീരട്ടെ. എന്റെ ദേഷ്യം പറഞ്ഞാലൊന്നും തീരില്ലടാ. പിന്നെ തല്ലണോ? എന്നാ തല്ലിക്കോ. എന്നിട്ട് വേണം ആ പേരും പറഞ്ഞ് ഇവിടുന്ന് പോകാൻ, അല്ലേ? നീ ആള് കൊള്ളാവല്ലോടാ. ഏയ്, ആ പ്ലാനൊന്നുമില്ല. മീശ മുളയ്ക്കാത്ത നിന്റെ മുഖത്ത് നോക്കി എന്തു പറയാനാണടാ. ഇതേ കളിയാക്കിയുള്ള വർത്തമാനം വേണ്ട കേട്ടോ. കാര്യം പറഞ്ഞതാ. എന്നാ ഒരു കാര്യം ചെയ്, ലൈറ്റ് ഓഫാക്കി പറഞ്ഞു. അപ്പൊ മുഖം കാണണ്ടല്ലോ. ഈ പകലോ? ഈ പകലെന്തിനാടാ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? അല്ല, രാത്രിയില്. ആ, ഇപ്പൊ നീ ഒരു കാര്യം ചെയ്, പോയി കുളിക്കാൻ നോക്ക്. ഓക്കെ, സമയം പറഞ്ഞാൽ മതി കേട്ടോ, വന്നോളാം. എവിടെ വന്നോളാമെന്ന്? അടിക്കണ്ടേ എന്നെ? രാത്രിയിലാവുമ്പം എന്റെ കൈപ്പശത്തെല്ലാം അടിച്ച് നാളത്തെ കൂട്ടടിച്ച് ശരിയാക്കാവല്ലോ. ഇങ്ങനെ പോയാൽ നീ അടി എരന്ന് വാങ്ങും നീ. എന്തൊക്കെയോ അവന്റെ മുഖത്ത് മിന്നി മറയുന്നത് അവൾ കണ്ടു. അധിക നേരം അവനെ നോക്കി നിൽക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. നാദിറയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും അവന് പുറംതിരിഞ്ഞു നിന്ന് പറഞ്ഞു, കുളിച്ചിട്ട് വാടാ, ചായ എടുക്കാം. വിടർന്നുന്തിയ ഇത്താടെ പിന്നഴക് നോക്കി അവനൊന്ന് മൂളി. റൂമിലേക്ക് നടക്കുമ്പോ അടുക്കളയിലേക്ക് കയറാൻ പോയ റജിലാത്താടെടുത്ത് അവൻ വിളിച്ചു പറഞ്ഞു, പിന്നെ ലൈറ്റ് ഓഫാക്കിയാൽ മീശയില്ലാത്ത ഈ മുഖം കാണില്ല കേട്ടോ. അവനെ നോക്കി കൊഞ്ഞനം കുത്തി അവൾ അകത്തേക്ക് കയറിപ്പോയി. എന്തെല്ലാമോ അവന്റെ മനസ്സിലും ഉണ്ടെന്നവൾക്ക് ഉറപ്പായി. നാദിറയെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? വേണോ വേണ്ടയോ, മനസ്സിലൊരു പിടിച്ചുവലി തന്നെ നടക്കുന്നു. വിളിക്കാമെന്ന് കരുതി അവൾ ഫോണെടുത്തതും ഹാളിൽ നിന്ന് നവാസ് വിളിച്ചു. ഇത്ത, എന്റെ കൈലി പുറത്ത് അശയിൽ കിടക്കുന്നു, ഇങ്ങെടുത്തേരെ. ഞാൻ ആകെ നനഞ്ഞു നിൽക്കുക. ഞാൻ കൈലിയും എടുത്ത് ബാത്റൂമിന്റെ ഡോറിൽ തട്ടി. അവൻ ബാത്റൂമിന്റെ ഡോർ ശകലം തുറന്ന് എന്റെ കയ്യിൽ നിന്നും കൈനീട്ടി കൈലി മേടിച്ചതും ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. 2 വർഷം കൊണ്ട് ഉറങ്ങിക്കിടന്ന സിംഹം പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റു.